മണർക്കാട് നിന്നുള്ള സംഘം അയ്യപ്പനെ പണക്കിഴിയുമായി സന്നിധാനത്തെത്തി. ഒരു കാലത്ത് മുടങ്ങിപ്പോയ ആചാരമാണ്. അവർ അത് വീണ്ടെടുത്തു. പണ്ട് മകരവിളക്കിന് മാത്രമായിരുന്നു ശബരിമലയിലെ നട തുറന്നിരുന്നത്. അയ്യന്റെ വനത്തിൽ നിറയെ വന്യമൃഗങ്ങൾ. അന്ന് മല ചവിട്ടി വരുന്ന തന്ത്രിക്കും മേൽശാന്തിക്കും സന്നിധാനത്തേക്കുള്ള യാത്രയിൽ കൂട്ടുവന്നിരുന്നത് മണർക്കാട് നിന്നുള്ള സംഘമാണ്. കാലം മാറിയപ്പോൾ ശബരിമലയിലെ പൂജാ സമയങ്ങളിലും യാത്രാ രീതികളിലും മാറ്റം വന്നു. പഴയ സ്മരണയുടെ വീണ്ടെടുക്കലാണ് മണർക്കാട് സംഘത്തിന്റെ വർഷം തോറുമുള്ള ശബരിമല യാത്ര. മാറാശാന്തിമാരെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ അന്ന് അവിടുത്തെ പെരിയസ്വാമി ഒരു കളഭക്കാവടിയും കൂടെ എടുക്കുമായിരുന്നു. ഇന്ന് കളഭം കൊണ്ടുവരാൻ ഇവിടെ കളഭാഭിഷേകം ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതിന് പ്രായശ്ചിത്തമായിട്ട് ഞങ്ങൾ 28 കരയിലുള്ള ഭക്തജനങ്ങൾ ധനു 1-ാം തീയതി നടയിൽ ശാസ്താവിന്റെ നടയിൽ നീലപ്പട്ടിൽ സമർപ്പിക്കുന്ന ധനം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചോളാം. ഇവിടുത്തെ പ്രശ്നവിധിയിലും ഞങ്ങളുടെ അവിടെ വെച്ച പ്രശ്നവിധിയിലും അനുസരിച്ചാണ് ഇത് ക്രമീകരിക്കപ്പെട്ടത്. എല്ലാ വർഷവും ധനുമാസം 1-നാണ് സംഘം മണർക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഇരുമുടി നിറച്ച് പുറപ്പെടുന്നത്. 28 കരകളിലെ ഭക്തർ സമർപ്പിച്ച കാണിക്കയുമായി പെരിയ സ്വാമിമാരും കൂടെയുണ്ടാകും. അയ്യനെ തൊഴുത് പണക്കിഴി സമർപ്പിക്കും. പണക്കിഴി സമർപ്പിച്ച് ദർശനം പൂർത്തിയാക്കി അയ്യന്റെ അനുഗ്രഹം വാങ്ങിയാണ് സംഘം മലയിറങ്ങാറ്. മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.